ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇതിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ ദ റേസ് എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തരുൺ എന്ന് പറയുന്ന ബോയിൻ്റെ സ്റ്റോറിയാണ് അല്ലേ. ദ സ്റ്റോറി ഓഫ് തരുൺ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, എൻകറേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ ഇൻ അച്ചീവിങ് വൺസ് ഗോൾ. ഒരാളുടെ ലക്ഷ്യം, ഒരാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ഹാർഡ് വർക്കിനും എൻകറേജ്മെൻറ്റിനും മോട്ടിവേഷനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് തരുണിൻ്റെത്. അതാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്? സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ലേണിംഗ് ദ ഗെയിം. ഈ ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പോൾ ഈ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തൊരു എക്സ്ട്രാക്ട് അല്ലേ, അതിൽ നിന്ന് എടുത്തൊരു ഭാഗം, എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തൊരു ഭാഗം. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്ന ലേണിംഗ് ദ ഗെയിം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അദ്ദേഹം ഒരു ഫേമസ് ക്രിക്കറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, ആ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആത്മകഥയാണ് അല്ലേ. അപ്പോൾ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി മറ്റുള്ളവർ എഴുതുന്നതാണ്, അതായത് ജീവചരിത്രം. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി നമ്മൾ തന്നെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. അപ്പോൾ ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ലേണിംഗ് ദ ഗെയിം. ഇനി നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. അബൌട്ട് ദ ഓഥർ അല്ലേ. ഓഥർ ആരാണ് നിങ്ങൾക്കറിയാം. ഓട്ടോബയോഗ്രഫി ആയതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇതിൻ്റെ ഓഥർ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ വാസ് ബോൺ ഓൺ 24th April 1973 ഇൻ മുംബൈ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ 1973 April 24th അദ്ദേഹം ജനിച്ചത്. ഹീസ് എ ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആൻഡ് ക്യാപ്റ്റൻ, വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഓഫ് ഓൾ ടൈം. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫോർമർ ക്രിക്കറ്ററാണ് അല്ലേ. അതായത് ഫോർമർ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള, അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിലില്ല. അപ്പോൾ മുമ്പുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്, അതുപോലെ തന്നെ ക്യാപ്റ്റനുമായിരുന്നു. ആൻഡ് ഹീസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഓൾ ടൈം അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത്? ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് അല്ലേ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഓഫ് ഓൾ ടൈം. എല്ലാ കാലത്തും അദ്ദേഹം ഒരു നല്ല മഹാനായിട്ടുള്ള ഒരു ക്രിക്കറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹീ ഈസ് ദ ഓൺലി പ്ലെയർ ടു ഹാവ് സ്കോർഡ് 100 international centuries. The first to score a double century in a one-day international and the only player to complete more than 30,000 runs in international cricket. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്? ഹീസ് ദ ഓൺലി പ്ലെയർ ടു ഹാവ് സ്കോർഡ് 100 international centuries അല്ലേ. 100 international centuries നേടിയ ഒരേ ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ എൻ ഇൻ്റർനാഷണൽ വൺ ഡേ ഇൻ്റർനാഷണൽ അല്ലേ. വൺ ഡേ ഇൻ്റർനാഷണലിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഒരേ ഒരു പ്ലെയർ, ആദ്യത്തെ പ്ലെയറാണ്. ദെൻ ദ ഓൺലി പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ 30,000 റൺസ് ഇൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 30,000 റൺസ് കംപ്ലീറ്റ് ചെയ്ത, 30,000-ൽ കൂടുതൽ റൺസ് കംപ്ലീറ്റ് ചെയ്ത ഓൺലി പ്ലെയർ, ഒരേ ഒരു പ്ലെയറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. Then he played 664 international cricket matches in total, scoring 34,357 runs. അപ്പോൾ അദ്ദേഹം എത്ര മാച്ചസ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് പ്ലേ ചെയ്തിട്ടുണ്ട്? 664. അതുപോലെ തന്നെ 34,357 റൺസും എടുത്തു. ഹി റിസീവ്ഡ് ദ അർജുന അവാർഡ് ഇൻ 1994 ആൻഡ് ദ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻ 1997 and the Padma Shri and the Padma Vibhushan awards in 1999 and 2008 respectively. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർജുന അവാർഡ് കിട്ടി, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്, പത്മശ്രീ, പത്മവിഭൂഷൺ,
അതുപോലെ തന്നെ ഹി വാസ് അവാർഡഡ് ദ ഭാരത് രത്ന അല്ലേ, ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്, ഇന്ത്യാസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന അദ്ദേഹത്തിന് കിട്ടിയത് ഏത് വർഷമാണ്? ഓൺ 16th November 2013. In 2012 ടെണ്ടുൽക്കർ വാസ് നോമിനേറ്റഡ് ടു ദ രാജ്യസഭ അല്ലേ, രാജ്യസഭയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടു 2012. ദെൻ ഹി റിട്ടയർഡ് ഫ്രം ക്രിക്കറ്റ് ഓൺ 16th November 2013. അപ്പം 16th November 2013 അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ ലേണിംഗ് ദ ഗെയിം, നമ്മൾ പഠിക്കുന്ന ലേണിംഗ് ദ ഗെയിം ഞാൻ നേരത്തെ പറഞ്ഞു, ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫി പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയായ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നുള്ള ബുക്കിലെ ആ ഓട്ടോബയോഗ്രഫി എടുത്തൊരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ലേണിംഗ് ദ ഗെയിം. അപ്പോൾ ഈ എക്സ്ട്രാക്റ്റിൽ നമ്മൾ എന്താണ് കാണുന്നത്? ദ വേർഡ്സ് ഓഫ് ദ ലിവിങ് ക്രിക്കറ്റ് ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. എന്തിനെക്കുറിച്ചുള്ള വാക്കുകളാണ്? അബൌട്ട് ഹിസ് എഫേർട്സ് ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ അല്ലേ, അദ്ദേഹത്തിൻ്റെ എഫേർട്സ്, അദ്ദേഹം എടുത്ത ശ്രമങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ, ഒരു നല്ല ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രത്തോളം എഫേർട്സ് എടുത്തു എന്ന് സൂചിപ്പിക്കുന്ന, അത് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കിതിനകത്ത് കാണാം. അപ്പോൾ അതാണ് ലേണിംഗ് ദ ഗെയിം, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഇനി ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. അപ്പം ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ കോളനി ഫ്രണ്ട്സുമായിട്ടുള്ള, എൻ്റെ വീട്ടിനടുത്തുള്ള താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ അവർ ഗെയിംസ്. ഐ ഓഫൺ ട്രൈഡ് ടു എമുലേറ്റ് ദ മാനറിസംസ് ഓഫ് മൈ ഫേവറേറ്റ് പ്ലെയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. ഞാൻ ചെറിയ പ്രായത്തിലെ എന്ത് ചെയ്യുമായിരുന്നു? കോളനി ഫ്രണ്ട്സിനോടൊപ്പം ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ അല്ലേ. അപ്പോൾ അതായത് ടെലിവിഷനിൽ ക്രിക്കറ്റ് മാച്ചസ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. ആൻഡ് ഇൻ അവർ ഗെയിംസ് അല്ലേ. അപ്പോൾ അവർ കുട്ടികളോടൊത്ത് കളിക്കുന്ന സമയത്ത് ഐ ഓഫൺ ട്രൈ ടു എമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ആണ്, ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എന്താണ്? ദ മാനറിസംസ് ഓഫ് മൈ ഫേവറേറ്റ് പ്ലെയേഴ്സ് അല്ലേ. മാനറിസംസ് എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് ബിഹേവിയർ ആണ്, ഒരാൾ പെരുമാറുന്ന രീതികൾക്കാണ് നമ്മൾ എന്ത് പറയുക? മാനറിസം എന്ന് പറയാം. അപ്പോൾ ആരുടെ മാനറിസംസാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്? മൈ ഫേവറേറ്റ് പ്ലെയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ് അല്ലേ. അപ്പോൾ വിവ് റിച്ചാർഡ്സിൻ്റെയും സുനിൽ ഗവാസ്കറുടെയൊക്കെ മാനറിസംസ് അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എൻ്റെ ഞാൻ കളിക്കുന്ന സമയത്ത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. അപ്പോൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ബാറ്റ്സ്മാൻമാരെ, പക്ഷേ ഈ ബാറ്റ്സ്മാൻമാരെ മാത്രമല്ല ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പഠനം നടത്തിയിരുന്നത്. ഐ ഓൾസോ ലവ്ഡ് ബൗളിംഗ് അല്ലേ. ഞാൻ ബൗളിങ്ങും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ആക്ച്വലി ബൗൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ് അല്ലേ. അപ്പോൾ എൻ്റെ കരിയറിൽ മൊത്തം ഞാൻ ഒരുപാട് നെറ്റുകളിൽ ബൗൾ ചെയ്തിട്ടുണ്ട്. Then I was then studying in the New English School, Mumbai. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, ശാരദാശ്രം വിദ്യാമന്ദിർ വേർ രമാകാന്ത് അർച്ചേർക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. അപ്പം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന എവിടെയായിരുന്നു എന്ന് പറഞ്ഞു? ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ അല്ലേ. മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ബ്രദറായിട്ടുള്ള അജിത്തിന് അറിയാമായിരുന്നു എന്ത്? ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ അല്ലേ. മുംബൈയിലെ മറ്റ് സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശാരദാശ്രം വിദ്യാമന്ദിർ അല്ലേ ഒരു സ്കൂളിൻ്റെ പേരാണ്. സ്കൂള് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? വേർ രമാകാന്ത് അർച്ചേർക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് അല്ലേ. അപ്പോൾ അവിടുത്തെ ആ ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിലെ ക്രിക്കറ്റ് കോച്ചായിട്ട് രമാകാന്ത് അർച്ചേർക്കർ സാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്കൂളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സ്കൂള് ഏത് സ്കൂളാണ്? ശാരദാശ്രം വിദ്യാമന്ദിർ അല്ലേ. അപ്പോൾ ഈ സ്കൂള് എന്ത് ചെയ്തിരുന്നു? ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ് കളിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സ്കൂളായിരുന്നു അത്. കാരണം അവിടുത്തെ ക്രിക്കറ്റ് കോച്ച് ആരായിരുന്നു? രമാകാന്ത് അർച്ചേർക്കർ സർ.
ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു. അപ്പോൾ അദ്ദേഹം സമ്മർ ക്യാമ്പ്സ് നടത്തിയിരുന്നു. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻ അണ്ടർ സർ. അപ്പോൾ അജിത്ത് എന്ത് ചെയ്തു, എൻ്റെ ബ്രദർ അജിത്ത് എന്ത് ചെയ്തു, എന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി, ആ ക്യാമ്പിൽ കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ട്രെയിൻ അണ്ടർ സർ. അപ്പോൾ ഈ സാറിൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ദിവസം ആ സമ്മർ ക്യാമ്പിൽ കൊണ്ടുപോയി. എനിവൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ് ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ആ സമ്മർ ക്യാമ്പിൽ വരാം, എന്നിട്ടോ ഒരു ട്രയലിന് വേണ്ടിയിട്ട് അവിടെ വരാം. പക്ഷേ അവിടെ ഡിസിഷൻ എടുത്തിരുന്നത്, ഫൈനൽ ഡിസിഷൻ ആരുടേതായിരുന്നു, ആരെയാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിരുന്നത് ആരായിരുന്നു? അർച്ചേർക്കർ സർ ആയിരുന്നു. I was 11 years old then. Archerkar sir, as I refer to him, started playing cricket at the age of 11 in 1943, which is the age I was when I went to him for the first time. അപ്പോൾ ഈ ക്യാമ്പിൽ പോകുന്ന സമയത്ത് എൻ്റെ പ്രായം എത്രയായിരുന്നു? ഐ വാസ് 11 years old അല്ലേ. അപ്പോൾ എനിക്ക് 11 വയസ്സായിരുന്നു. അപ്പോൾ അർച്ചേർക്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹവും ക്രിക്കറ്റ് പ്ലേ ചെയ്യാൻ തുടങ്ങിയത് ഏത് പ്രായത്തിലാണെന്ന് പറയുന്നത്? അറ്റ് ദ ഏജ് ഓഫ് 11. 1943 അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതാണ് അർച്ചേർക്കർ സാർ. അപ്പോൾ അതേ പ്രായത്തിലാണ് ഞാൻ എവിടെ എത്തുന്നത് വരുന്നു? വിച്ച് ഇസ് ദ ഏജ് ഐ വാസ് വെൻ ഐ വെൻ ടു ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. അർച്ചേർക്കർ സാറിൻ്റെ കീഴിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി പോകുന്നതും അതേ ഏജിലാണ്, 11 years old. I had never batted in the nets before and felt somewhat overawed with so many people around. അപ്പോൾ ഞാനിതിന് മുമ്പ് അങ്ങനെ നെറ്റുകളിൽ എന്ത് ചെയ്തിട്ടില്ല, ബാറ്റ് ചെയ്തിട്ടില്ല, കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് സംവാട്ട് ഓവറോഡ്. ഓവറോഡ് മീൻസ് ഫ്രൈറ്റൻഡ് അല്ലേ. ഞാനൊന്ന് പരിഭ്രമിച്ചു അല്ലേ, കുറച്ച് എനിക്ക് പേടിയായി. കാരണം എന്താണ്? വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട് അല്ലേ, ഒരുപാട് ആളുകളുണ്ട് ചുറ്റും കാണാൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകളുടെ മുന്നിൽ അങ്ങനെ കളിക്കാൻ എനിക്ക് കുറച്ച് പേടിയായി, ഒരു പരിഭ്രമം ആയി എനിക്ക്. വെൻ ഐ വാസ് ആസ് ടു ബാറ്റ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. അപ്പോൾ എന്നോട് ബാറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നില്ല? ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. എനിക്ക് അത്ര അതൊരു സുഖപ്രദമായിട്ട് തോന്നിയില്ല. വിത്ത് സർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. അപ്പോൾ സാറ് എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ നോക്കിക്കൊണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, വളരെ സൂക്ഷ്മമായിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ ബാറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഫെയിൽ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. എനിക്ക് നന്നായി കളിക്കാനൊക്കെ അറിയാം, പക്ഷേ സാറിൻ്റെ മുന്നിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല. സർ കോൾ അജിത് aside and informed him that I was perhaps too young to make the camp and suggested that he should bring me back when I was a little older. അപ്പോൾ സാർ എന്ത് ചെയ്തു? സർ കോൾഡ് അജിത് aside അല്ലേ. സാർ അജിത്തിനെ അരികിലേക്ക് വിളിച്ചു. ആൻഡ് ഇൻഫോംഡ് ഹിം ദാറ്റ്, അവനെ അറിയിച്ചു, ബ്രദറിനെ അറിയിച്ചു. എന്തറിയിച്ചു? ദാറ്റ് ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദ ക്യാമ്പ്. അപ്പോൾ ഈ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ അത്ര പ്രായം എനിക്കായില്ല, ഞാൻ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് നിർദ്ദേശിച്ചു? ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡർ അല്ലേ, ഞാൻ കുറച്ചും കൂടി വലുതായിട്ട് എന്നെ ഇവിടെ അജിത്ത് കൊണ്ടുവന്നാൽ മതിയെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. മൈ ഇൻറ്റക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട് കുഡ് ഹാവ് എൻറ്റർഡ് ഇൻ ഫെയിലിയർ ബട്ട് ഫോർ അജിത്സ് ഇൻസിസ്റ്റൻസ്. അപ്പം എൻ്റെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് സംബഡി, അതായത് ആരെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ എന്നെ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം ഒരു ഫെയിലിയർ ആയിട്ട് അവസാനിച്ചു. ബട്ട് ഫോർ അജിത്സ് ഇൻസിസ്റ്റൻസ്, അതായത് അജിത്തിനായിരുന്നു കൂടുതൽ നിർബന്ധം എന്നെ ഈ ഒരു മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനി അജിത് ന്യൂ ഐ വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഫാർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അർച്ചേർക്കർ സർ. അപ്പോൾ ഇന്ന് ഞാൻ അർച്ചേർക്കർ സാറിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അജിത്തിന് അറിയാമായിരുന്നു. കാരണം എന്താണ്? ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനിയിൽ, അതായത് ഞാൻ കോളനിയിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുന്നതൊക്കെ അജിത്ത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അജിത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അജിത്ത് എന്ത് ചെയ്തു? ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഐ വാസ് നെർവസ് ആൻഡ് ആസ് സർ ടു ഗിവ് മീ വൺ മോർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നെർവസ് ആയതാണ്, ഞാനൊന്ന് പരിഭ്രമിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഒരു അവസരം കൂടെ തന്നെ, ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തരണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. അപ്പോൾ ഒരു കാര്യം കൂടി അജിത്ത് പറഞ്ഞു, സാറ് ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സാറ് എവിടുന്ന് പോകണം? സർ ഷുഡ് പ്രിറ്റൻഡ് ടു ഗോ അവേ അല്ലേ, സാറ് മറ്റെങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്ന പോലെ അഭിനയിക്കണം. ആൻഡ് ദെൻ വാച്ച്
ഫ്രം എ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേയിങ് കുറച്ച് അകലെ നിന്ന് വാച്ച് ചെയ്യണമെന്നു അജിത്ത് ആവശ്യപ്പെട്ടു. സർ അഗ്രീഡ്. അപ്പോൾ സാർ അത് സമ്മതിച്ചു. ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ ആൻഡ് വിതൗട്ട് സേഴ്സ് trained eye scrutinizing me also I thought I felt more at ease and soon started to hit the ball well. അപ്പോൾ അവിടെ ഞാൻ സാർ എന്ത് ചെയ്തു, ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ, എന്നോട് വീണ്ടും എന്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വിതൗട്ട് സേഴ്സ് ട്രെയിൻഡ് ഐ സ്ക്രൂട്ടനൈസിങ് മീ. അപ്പോൾ സാറിൻ്റെ വളരെ എന്താ പറയുക സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ എന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് കൂടാതെ, അതായത് സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ സംതിങ് കെയർഫുള്ളി അല്ലേ, വളരെ ഒരു കാര്യത്തിന് വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്നതിനാണ് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറയാം, സ്ക്രൂട്ടണി. അപ്പോൾ ഇവിടെ സാറിൻ്റെ കണ്ണുകൾ എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നിരീക്ഷിക്കുന്ന കണ്ണുകൾ ഇല്ലാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം അങ്ങനെ സാർ എന്നെ നോക്കുന്നില്ല ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് മോർ അറ്റ് ഈസ്, എനിക്ക് കുറച്ചും കൂടെ ഞാൻ കംഫർട്ടബിൾ ആയി. ആൻഡ് സൂൺ സ്റ്റാർട്ടഡ് ടു ഹിറ്റ് ദ ബോൾ വെൽ, എനിക്ക് നന്നായിട്ട് ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റി. ദിസ് ടൈം സർ അഗ്രീ ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സാർ എന്നെ എന്തിനു അനുവദിച്ചു, ടു ജോയിൻ ദ ക്യാമ്പ്, ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചു സാറ്. ഐ വാസ് ഡിലൈറ്റഡ് ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോം മൈ ലൈഫ്. അപ്പോൾ അത് കേട്ടപ്പോൾ, ആ ഒരു ഡിസിഷൻ കേട്ടപ്പം ഐ വാസ് ഡിലൈറ്റഡ്. എന്താണ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിച്ചില്ല, ഷോയിങ് ഗ്രേറ്റ് പ്ലഷർ, വളരെയധികം സന്തോഷം തോന്നുന്നതിനാണ് നമ്മൾ ഡിലൈറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോം മൈ ലൈഫ്, എൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത, ലൈഫിനെ മാറ്റിയ ഒരു അവസരമായിരുന്നു അത്. The camp involved a session every morning and evening at Shivaji Park. അപ്പോൾ ഈ ക്യാമ്പ്, സമ്മർ ക്യാമ്പ് ഏതൊക്കെ സമയത്തായിരുന്നു, ഇൻവോൾവ് എ സെഷൻ എവ്രി മോർണിംഗ് ആൻഡ് ഈവനിങ് അല്ലേ, എല്ലാ രാവിലെയും വൈകുന്നേരവും ഉള്ള 2 ഭാഗങ്ങളായിട്ടായിരുന്നു ഈ ക്യാമ്പ് ഉണ്ടായിരുന്നത്. ശിവാജി പാർക്കിൽ വെച്ചിട്ടായിരുന്നു. ഐ വുഡ് പ്രാക്ടീസ് ബിറ്റ്വീൻ 7:30 AM and 10:30 AM ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തിനിടയ്ക്ക്, അതായത് 7:30ക്കും 10:30ക്കും ഇടയിലുള്ളൊരു സമയത്ത് രാവിലെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ദെൻ ഐ ഹാഡ് കം ബാക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. പിന്നെ ഈവനിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും തിരിച്ചു വരും, എന്നിട്ട് ആഫ്റ്റർനൂൺ തിരിച്ചു വരും ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ് അല്ലേ, വൈകുന്നേരം ഒരുപാട് എന്താ പറയുക ലേറ്റ് ആകുന്നത് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ 2 സെഷനായിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിരുന്നു ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നത്. ദ ഷെഡ്യൂൾ വാസ് റിഗറസ് and I would be exhausted by the end of the day. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു, ദ ഷെഡ്യൂൾ വാസ് റിഗറസ് അല്ലേ. റിഗറസ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ അല്ലെങ്കിൽ എന്താ പറയുക തറോ ആൻഡ് എക്സാക്റ്റ്, അതായത് വളരെ കൃത്യമായ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ അല്ലേ. അപ്പോൾ വളരെ തറോ ആയിട്ടുള്ള ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയർഡ്, വളരെ ക്ഷീണിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക എക്സോസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് took 40 minutes from my house in Bandra and I had to catch an early morning bus to make it on time. അപ്പോൾ അതുകൊണ്ട് 7:30 മോർണിംഗ് 7:30യിലാണ് ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഈ എന്താ പറയുക ശിവാജി പാർക്കിലേക്ക് എത്ര ടൈം എടുക്കുമെന്ന് പറയുന്നു, ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് ടു 40 minutes ഫ്രം മൈ ഹൗസ് അല്ലേ. ഈ വീട് എവിടെയാണ്, സച്ചിൻ്റെ ഇൻ ബാന്ദ്ര അല്ലേ, ബാന്ദ്രയിലാണ് സച്ചിൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഈ ശിവാജി പാർക്കിലേക്ക് എത്താൻ 40 minutes എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അജിത്ത് എങ്ങനെയാണ് പോയിരുന്നത്, ഹി ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈമിലെ, കറക്റ്റ് ടൈമിന് എത്താൻ വേണ്ടിയിട്ട് വളരെ നേരത്തെയുള്ള ബസ്സിൽ പോകണമായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത്ത് അക്കമ്പനീഡ് മീ അല്ലേ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്ത് ചെയ്തു, അജിത്ത് എന്നെ അക്കമ്പനി ചെയ്തു. അക്കമ്പനി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഗോ സംവെയർ വിത്ത് സമൺ ആസ് എ കമ്പാനിയൻ, അതായത് എവിടെയെങ്കിലും നമ്മൾ ആരോടെങ്കിലും ഒപ്പം ഒരു ഫ്രണ്ടിനെ പോലെ നമ്മളോടൊപ്പം ആരെയും വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെ അവരോടൊപ്പം പോകുന്നതിനാണ് അക്കമ്പനീഡ് എന്ന് പറയുക. അക്കമ്പനി ചെയ്യുക, കൂടെ പോവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അജിത്ത് എൻ്റെ കൂടെ വന്നു ടു ഗെറ്റ് മീ യൂസ് ടു ദ റൊട്ടീൻ അല്ലേ. അപ്പോൾ എത്ര സമയം വരെ വന്നു, ടു ഗെറ്റ് മീ യൂസ് ടു ദ റൊട്ടീൻ, അത് എൻ്റെ ഒരു റൊട്ടീൻ ആവുന്നത് വരെ അജിത്ത് എൻ്റെ കൂടെ വന്നു. റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഇവിടെ ദിനചര്യക്കാണ് നമ്മൾ റൊട്ടീൻ എന്ന് പറയുന്നത്. എ സീക്വൻസ് ഓഫ് ആക്ഷൻ റെഗുലർലി ഫോളോഡ്, നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും ഒരേപോലെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, റൊട്ടീൻ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു ശീലമായി മാറുന്നത് വരെ അജിത്ത് എൻ്റെ കൂടെ വന്നു. During the bus journeys, he would talk to me about the nuances of batting and I always enjoyed these conversations a lot.
അപ്പോൾ ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ബസ് ജേർണീസിൽ ഹി വുഡ് ടോക്ക് ടു മീ അല്ലേ. അപ്പോൾ അജിത്ത് എന്നോട് സംസാരിക്കുമായിരുന്നു. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ദ ന്യൂവാൻസസ് അല്ലേ. എന്താണ് ന്യൂവാൻസ് എന്ന് പറഞ്ഞാൽ? വെരി സ്ലൈറ്റ് ഡിഫറൻസസ് ആണ്. അതായത് വളരെ ചെറിയ വ്യത്യാസങ്ങൾ എന്തിലുള്ള ഓഫ് ബാറ്റിംഗ് അല്ലേ. ബാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ലിറ്റിൽ ഡിഫറൻസസ്, അതിനെക്കുറിച്ച് അജിത്ത് എന്നോട് സംസാരിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ് ദീസ് കോൺവെർസേഷൻസ് എ ലോട്ട്. അപ്പം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അജിത്തും ഞാനുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻസ്. In fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. It served as a very personal coaching manual. മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അതൊരു ബുക്കാണ്. എ ബുക്ക് ഓഫ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഇൻഫർമേഷൻസ് അല്ലേ. നമുക്ക് നിർദ്ദേശങ്ങളും വിവരങ്ങളൊക്കെ തരുന്ന ഒരു ബുക്കിനാണ് മാനുവൽ എന്ന് പറയുക. അപ്പോൾ ഒരു കോച്ചിങ് മാനുവലായിട്ട് എനിക്ക് അജിത്തിൻ്റെ വാക്കുകൾ ഉപകാരപ്പെട്ടു. അത് ഞാൻ എൻ്റെ കരിയർ മുഴുവൻ അത് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഐ ഹാവ് കെപ്റ്റ് വിത്ത് മീ ഓൾ മൈ കരിയർ ഇസ് എ നോട്ട് ദാറ്റ് അജിത് ഗേവ് മീ കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അപ്പോൾ എനിക്കൊരു കോച്ചിങ് മാനുവൽ പോലെ ആയിരുന്നു അജിത്തിൻ്റെ ഈ വാക്കുകൾ. ഞങ്ങളുടെ ബസ് ജേണിക്കിടയിലുള്ള അജിത്തിൻ്റെ വാക്കുകളൊക്കെ എനിക്കൊരു പേഴ്സണൽ കോച്ചിങ് മാനുവൽ പോലെ ആയിരുന്നു. As a child, I had only one set of cricket clothes and the routine was to wash them as soon as I had returned from the morning session. അപ്പോൾ ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ഒരു സെറ്റ് ക്രിക്കറ്റ് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റൊട്ടീൻ എന്തായിരുന്നു? വാസ് ടു വാഷ് ദം ആസ് സൂൺ ആസ് ഐ ഹാഡ് റിട്ടേൺ ഫ്രം ദ മോർണിംഗ് സെഷൻ. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് വന്നാൽ അത് വാഷ് ചെയ്തിടും. വൈൽ I had my lunch, the clothes would dry out in the sun and I would wear them again in the afternoon. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഡ്രസ്സ് ഉണങ്ങും. അതിനുശേഷം ഞാൻ വീണ്ടും ആ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കാൻ പോകും. The pattern was repeated in the evening so that I could use the same set of clothes in the following morning. അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ തിരിച്ച് വന്നാലും വീണ്ടും അത് വാഷ് ചെയ്തിടും. അങ്ങനെ അതേ സെറ്റ് തന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരുന്നത്. The system worked well apart from my pockets. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഈ ഒരു വർക്ക് നന്നായിട്ട് പോയി. പക്ഷേ എൻ്റെ പോക്കറ്റ് മാത്രം പ്രശ്നമായിരുന്നു. കാരണം എന്താണ്? There was never quite enough time for the pockets to dry out completely and for the entire duration of the camp I played with wet pockets. അപ്പോൾ രണ്ട് സെഷനായിട്ടാണല്ലോ. അപ്പോൾ ആ രണ്ട് സെഷനും വാഷ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പോക്കറ്റ്സ് ഉണങ്ങാനുള്ള സമയം കിട്ടുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ സമ്മർ ക്യാമ്പ് ആ സെഷനിൽ മൊത്തം ആ ഒരു ക്യാമ്പ് എൻ്റെ ഡ്യൂറേഷനിൽ മൊത്തം ഞാൻ എങ്ങനെയാണ് കളിച്ചതെന്ന് പറയുന്നു? ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ് ഐ പ്ലേഡ് വിത്ത് വെറ്റ് പോക്കറ്റ്സിലെ നനഞ്ഞ പോക്കറ്റോടെയായിരുന്നു ഞാൻ എൻ്റെ ആ ഡ്യൂറേഷൻ, എൻ്റെ ക്യാമ്പ് ഡ്യൂറേഷൻ മൊത്തം ഉണ്ടായിരുന്നത്. By the middle of the summer camps, Sir had started taking an active interest in my batting and at the end of the 2 months informed Ajit that I had the potential to be a good cricketer if I practiced all year round. അപ്പോൾ സാറ് എൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. ബൈ ദ മിഡിൽ ഓഫ് ദ സമ്മർ ക്യാമ്പ് ഏകദേശം പകുതിയായ സമയത്ത് സർ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മൈ ബാറ്റിങ്ങിൽ എൻ്റെ ബാറ്റിങ്ങിൽ സാറ് പ്രത്യേകം ശ്രദ്ധ കൊടുത്തു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2 months 2 മാസം അവസാനിക്കാവുന്ന സമയത്ത് അദ്ദേഹം അജിത്തിനോട് പറഞ്ഞു, ഇൻഫോംഡ് അജിത് ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഓൾ ഇയർ റൗണ്ട് അല്ലേ. അപ്പോൾ ഞാൻ വർഷം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള പൊട്ടൻഷ്യൽ എനിക്കുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ എബിലിറ്റിയാണ്. ഹാവിങ് കപ്പാസിറ്റി ടു ഡെവലപ്പ് ഇൻ ടു സംതിങ്. നമ്മൾ എന്തെങ്കിലും ആവാനുള്ള നമ്മുടെ ആ ഉള്ളിലുള്ള ആ കപ്പാസിറ്റിക്കാണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഒരു നല്ല ക്രിക്കറ്റർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ വർഷം മുഴുവനും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. However, my school, the New English School in Bandra, did not have cricket facilities and so was keen for me to change schools if I wanted to pursue cricket seriously. പക്ഷേ എൻ്റെ സ്കൂള് ഏതായിരുന്നു? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ബാന്ദ്ര അല്ലേ. ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്കൂളിൽ അത്ര ക്രിക്കറ്റിനും അത്ര ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ സ്കൂൾ ഡിഡിൻ ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ് ആൻഡ് സോ വാസ് കീൻ ഫോർ മീ. കീൻ എന്ന് പറഞ്ഞാൽ ഷോയിങ് എൻതൂസിയാസം, അതായത് എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്താണ്? ടു ചേഞ്ച് സ്കൂൾസ് അല്ലേ, സ്കൂൾ മാറുന്നതിന് വേണ്ടിയിട്ട്. ഇഫ് ഐ വാണ്ടഡ് ടു പെർസ്യൂ ക്രിക്കറ്റ് സീരിയസ്ലി, ഞാൻ ക്രിക്കറ്റ് വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരാളാണെങ്കിൽ നീ ഉടനെ സ്കൂള് മാറണം, അതായത് ക്രിക്കറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളിലേക്ക് മാറണമെന്ന് സാറ് എന്നോട് പറയുമായിരുന്നു. അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്ന്
കൊടുക്കുന്ന ഭാഗങ്ങൾ ഇത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, എല്ലാ പാരഗ്രാഫ്സും നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.